20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരന്മാരിൽ ഒരാളായ ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. നെവർ റിസിൽ വിത്ത് പിഗ്സ്, യു ബോത്ത് ഗെറ്റ് ഡേർട്ടി ആൻഡ് ദ പിഗ് ലൈക്സ് ഇറ്റ്. പന്നികളോട് ഗുസ്തി പിടിക്കരുത്. ഗുസ്തി പിടിച്ചാൽ രണ്ടുപേരും നാറും. പന്നി അതാണ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. വിമർശനം നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ചുരുക്കം ചില വിമർശനങ്ങൾ മാത്രം നേർവഴിക്ക് നയിക്കുന്നതിന് ഉതകുന്ന വഴിവെളിച്ചമാകും. എന്നാൽ മിക്ക വിമർശനങ്ങളും വിമർശകരുടെ ജാള്യം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ആയുധമായിരിക്കും. അത്തരക്കാർക്ക് ഉത്തരം നൽകാൻ സമയം കളയുകയേ ചെയ്യരുത്. മരത്തിലിരിക്കുന്ന പക്ഷി ഒരിക്കലും കൊമ്പൊടിഞ്ഞു വീഴുമെന്ന് ഭയപ്പെടാറില്ല. എന്താണ് കാരണം എന്നറിയാമോ? ഇരിക്കുന്ന കൊമ്പിലല്ല, സ്വന്തം ചിറകിലാണ് പക്ഷിയുടെ വിശ്വാസം. ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ആത്മവിശ്വാസമാണ് ജീവിതത്തിന്റെ കാതൽ. അതൊരിക്കലും കൈവിടാതെ. പിണറായി വിജയന്റെ തീട്ടം നക്കുന്ന അടിമകൾക്ക് വായടപ്പൻ മറുപടിയുമായിട്ട് സ്മൃതി പരുത്തിക്കാട് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്മൃതി പരുത്തിക്കാടിനെ സോഷ്യൽ മീഡിയകളിൽ, സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അതിൽ ആ അധിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് സ്മൃതി പരുത്തിക്കാട് പറയുന്ന അഭിപ്രായങ്ങളോടുള്ള എതിരഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടോ വിമർശിച്ചുകൊണ്ടോ ഉള്ള അഭിപ്രായങ്ങളല്ല എന്ന് മാത്രമല്ല, മറിച്ച് സ്മൃതി പറയുന്ന കാര്യങ്ങളോട് ഒന്നും തന്നെ മറുപടി പറയാനില്ലാതെ മറിച്ച് സ്മൃതിയെ വ്യക്തിഹത്യ നടത്തുകയും അധിക്ഷേപിക്കുകയും അവർക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, എസ്പെഷ്യലി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നെ നമ്മൾ സൈബർ ഇടങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഇതിന് മറുപടിയുമായിട്ട് സ്മൃതി പരുത്തിക്കാട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. പന്നികളോട് നമ്മളിപ്പോൾ ഇത്ര നാള് തീട്ടം നിന്നുന്ന അടിമകൾ എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ സ്മൃതി വിളിക്കുന്നത് പന്നികൾ എന്നാ. രണ്ടും ഒന്നാ. ഈ പന്നിക്കൂട്ടങ്ങളാണല്ലോ തീട്ടം നക്കുന്നത്, അല്ലേ? ആ പന്നിക്കൂട്ടങ്ങളോട് മല്ലയുദ്ധത്തിന് പോകരുത് എന്നാണ് പറയുന്നത്. എന്താ പ്രശ്നം? കാരണം അവറ്റകൾ തീട്ടമാണ് നക്കുന്നത്. ആ തീട്ടം നക്കുമ്പോൾ അവറ്റകളുമായിട്ട് മൽപിടുത്തം നടത്തി കഴിഞ്ഞാൽ ആ തീട്ടം നമ്മുടെ ദേഹത്തും നാറും, നമ്മളും നാറും. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് പന്നിക്കുട്ടന്മാരോട് മൽപ്പിടത്തിന് പോവുകയല്ല വേണ്ടത്, മറിച്ച് ബുദ്ധിപരമായിട്ട് നേരിടണം എന്നുള്ളതാണ് സ്മൃതി പറയുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് ഭയമില്ല, കാരണം തനിക്ക് ആത്മവിശ്വാസമുണ്ട്, തൻ്റെ കഴിവുകളിൽ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ വീണു പോകുമെന്നുള്ള ഭയവുമില്ല എന്ന് വളരെ കൃത്യമായ മറുപടി, അല്ലേ? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനടി സ്ത്രീപക്ഷവുമായിട്ട് ഇറങ്ങുന്ന ആളുകളാണ്. സ്ത്രീ സംരക്ഷകരായിട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിക്കുന്ന ആളുകളാണ്, അല്ലേ? സ്ത്രീ സംരക്ഷകർ എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകളുടെയും അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ തന്തയാവാൻ വരെയുള്ള ശ്രമങ്ങൾ ഈ കൂട്ടർ നടത്താറുണ്ട്. അവിടെയാണ് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക ഒരു അവർ പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും നല്ല ഒന്നാന്തരം സഖാവാണ് കേട്ടോ ഈ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്നത്. അവരുടെ കുടുംബവും അവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ ഈ പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ പശ്ചാത്തലമാണ്. നല്ല ഒന്നാന്തരം സഖാവാണ്. പക്ഷേ അവർ നിരന്തരമായിട്ട് കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അവർ നിരന്തരമായിട്ട് എല്ലാ പാർട്ടിയിലെയും അദ്ദേഹം അവർ വിമർശിക്കാറുണ്ട്. പക്ഷേ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ, അവരൊരു സ്ത്രീ ആകുമ്പോൾ ആ സ്ത്രീക്ക് നേരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുക. അപ്പം ഇത് വരുമ്പോൾ വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. ഇതിന് സ്മൃതി പരുത്തിക്കാട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു. അവരാകെ പറഞ്ഞത് ഞാനിത് ഒരു രാഷ്ട്രീയ വ്യൂ പോയിന്റിലുള്ള അഭിപ്രായ പ്രകടനമാണ്, താൻ പറഞ്ഞത് രാഷ്ട്രീയമാണ് എന്നായിരുന്നു അവരുടെ മറുപടി. എന്താണെങ്കിലും ആ അധിക്ഷേപങ്ങൾ ഇങ്ങനെ കടുത്ത് ഇങ്ങനെ വരുമ്പോഴാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ പിന്തുണയുമായിട്ട് രംഗത്തെത്തുന്നതും നമ്മൾ കണ്ടു. അപ്പോഴാണ് പന്നികളോട് മൽപ്പിടുത്തത്തിന് പോകരുത് എന്ന് ജോർജ് ബെർണാഡ് ഷായുടെ ഒരു കോട്ട് കൂടി ഉദ്ധരിച്ചുകൊണ്ട് അവർ വളരെ കൃത്യമായി നിലപാട് പറയുന്നത്. സഖാക്കളെ, എന്തുണ്ടാ നിങ്ങളുടെ കാര്യം? നിങ്ങൾ എന്തിനാണ് ഈ തലയിൽ ആൾതാമസമില്ലെങ്കിലുള്ള പ്രശ്നമാണിത്? നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട്, ആദർശപരമായിട്ട്, ആശയപരമായിട്ട് നിങ്ങൾക്ക് ഒരാളെ നേരിടാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ നിങ്ങൾ ഈ ഉഡായിപ്പ് പണിയുമായിട്ട് ഇറങ്ങുന്നത്.
എന്നിട്ട് നിങ്ങൾ തന്നെയാണ് പറയുന്നത് നിങ്ങളാണ് സംരക്ഷകർ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. വിജയം പറയുന്നത് എന്താ? ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ഞാനല്ലാത്ത വേറെ ആളില്ല എന്നാ പറയുന്നത്. എന്നാൽ പിന്നെ വിജയ അതൊന്ന് കാണിച്ചു തരാമെന്ന് ജനവും തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തൊരു വിഷയം വന്നാലും എല്ലാത്തിൻ്റെയും വലിയ സംരക്ഷകർ ഹോൾസെയിൽ ഡീലിംഗ് അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകൾ സ്ത്രീ ആയതുകൊണ്ട് ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുകയായിരുന്നു. അല്ലേ? ഇപ്പോൾ പുരുഷന്മാരാരെങ്കിലും ആണെങ്കിൽ വലിയ രീതിയിലുള്ള കൊലവിളികളായിരിക്കും, അല്ലെങ്കിൽ തന്തക്ക് വിളിയും തള്ളക്ക് വിളിയും ഒക്കെ ആയിരിക്കും നടത്തുക. ഇത് സ്ത്രീ ആയതുകൊണ്ട് പക്കാ ലൈംഗിക അധിക്ഷേപങ്ങൾ, സ്ലട്ട് ഷെയ്മിങ്ങുകളായിരുന്നു സ്മൃതി പരുത്തിക്കാടിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരക്കാരുടെ ഈ ഇരട്ടത്താപ്പ് ഇത് സമൂഹം തിരിച്ചറിഞ്ഞതാണ്. എന്നാലും ഒരു നാണവും ഒരു മാനവും ഇല്ലാതെ ഇവർ തന്നെ ഞങ്ങൾ സ്ത്രീ സംരക്ഷകരാണെന്ന് പറയുകയും ചെയ്യും. സ്ത്രീകളെ അധിക്ഷേപിക്കുവാനും സ്ത്രീകളെ ആക്രമിക്കുവാനും അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും അവരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുവാനും ഒക്കെ മുന്നിൽ ഈ കൂട്ടർ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ ഇടങ്ങളിൽ കണ്ടത്. അല്ലേ? അതിൽ ആരൊക്കെയുണ്ട്? ഇവരുടെ സ്വർണം പൊട്ടിക്കലിൻ്റെ ആശാനുണ്ട്, ഇവരുടെ കൊട്ടേഷൻ സംഘത്തിൻ്റെ നേതാവുണ്ട്. അങ്ങനെ എന്ന് വേണ്ട സൈബർ ഇടത്തിലെ ഇവരുടെ എല്ലാ ക്രിമിനലുകളും സ്മൃതി പരുത്തിക്കാടിനെതിരെ വാളുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. വാളെന്ന് പറഞ്ഞാൽ ഒരു വെട്ടുപെട്ടിയാൽ രണ്ട് തുണ്ടമാകുന്ന വാളായിരുന്നില്ല, മറിച്ച് ലൈംഗിക അധിക്ഷേപത്തിൻ്റെ സ്ത്രീ വിരുദ്ധതയുടെ ഒക്കെ പ്രതിരൂപമായിട്ടുള്ള വാളുമായിട്ടായിരുന്നു ഇവർ ഇറങ്ങിയത് എന്നുള്ളതാണ്. അതിപ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയുന്നത് പോലെ സ്മൃതി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടിയില്ല. സ്മൃതി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടിയില്ല. ആ മറുപടികളില്ലാതെ വരുമ്പോൾ അവരുടെ വ്യക്തിഹത്യ നടത്തി ഒരു മനുഷ്യനെ തേജോവധം ചെയ്ത് ഭയപ്പെടുത്തി അധിക്ഷേപിച്ച് തെറി വിളിച്ച് അവരുടെ വാ മൂടിക്കെട്ടാം, അവരെ നിശബ്ദയാക്കാമെന്ന് സഖാക്കൾ കരുതി. പക്ഷെ സഖാക്കൾക്ക് തെറ്റി. ഈ തെറ്റിൽ കുറേ കാലങ്ങളായിട്ട് തെറ്റിയതാ. എന്ന് മുതലെന്ന് വെച്ചാൽ പിണറായി വിജയൻ അധികാരത്തിലേറിയത് മുതൽ ഇവരുടെ കണക്ക് കൂട്ടലുകൾ ഇങ്ങനെ തെറ്റിക്കൊണ്ടേയിരിക്കുക. കണക്ക് കൂട്ടലുകൾ എന്ത് ചെയ്താലും ഭൂലോക തോൽവിയായി മാറും ഇവറ്റകൾ. എന്ത് തന്നെ ചെയ്താലും. ഏറ്റവും ഒടുവിലായിട്ട് ഒരു കല്യാണം നടത്തി കൊടുത്തു ഗോവിന്ദനും ശിവൻകുട്ടിയും കൂടിയിട്ട്, അതും ദിം തരികിടതോ. ഞാൻ പറയുന്നത് അതിൻ്റെ പുറകിലൊക്കെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ പോയാലും ഭൂലോക തോൽവി. എന്നാലോ സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ, വലിയ രീതിയിൽ അധിക്ഷേപങ്ങൾ. സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്ക് എല്ലാ ആളുകളും പറയുന്നതിനോട് യോജിക്കാൻ എല്ലാവർക്കും പറ്റൂല. നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഈ എതിരഭിപ്രായങ്ങൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും എതിരഭിപ്രായം പറയാം, വിമർശിക്കാം. എതിരഭിപ്രായം മാത്രമല്ല വിമർശനങ്ങളും ആവാം, അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ഒരു പടി കൂടി കടന്നിട്ട് വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം സ്ത്രീകളെ അധിക്ഷേപിക്കുക, സ്ത്രീയെ അധിക്ഷേപിക്കുക, സ്ത്രീകളെ വ്യക്തിഹത്യ നടത്തുക, ഇതായിരുന്നില്ലേ ഈ കഴിഞ്ഞ ദിവസം സ്മൃതിക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. ആ സ്ത്രീ അധിക്ഷേപത്തിൽ തന്നെ കേട്ടാലറക്കുന്ന ഭാഷയിലുള്ള ലൈംഗിക അധിക്ഷേപങ്ങൾ. അപ്പോൾ എന്താണെങ്കിലും അതിനും കൂടി തിരിച്ചു കിട്ടി. ഇപ്പോൾ ഒരു വട്ടം സ്മൃതി കൊന്നതാ, എന്നിട്ട് ജീവൻ പോയിട്ടില്ല എന്ന് സ്മൃതിക്ക് തോന്നിയപ്പോൾ ഒന്നുകൂടി അടിച്ച് ആ മരണം ഉറപ്പാക്കി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ പന്നിക്കുട്ടന്മാരോട് മൽപ്പിടുത്തത്തിന് പോവുകയല്ല വേണ്ടത്, മറിച്ച് പന്നികളെ നേരിടേണ്ടത് തൻ്റെ ആത്മവിശ്വാസവും തൻ്റെ കഴിവും തൻ്റെ ബുദ്ധിയും കൊണ്ടാണ് എന്ന് അവർ വളരെ കൃത്യമായി അടിവരയിടുന്നു. നമുക്കിതിൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ പക്ഷം പറയാനൊന്നുമില്ല. സ്മൃതി പരുത്തിക്കാടിനോട് വലിയ താല്പര്യങ്ങൾ ഉണ്ടായിട്ടുമല്ല. പക്ഷേ എന്തുണ്ട് ഈ ആളുകളുടെ ഇരട്ടത്താപ്പ് അത് സമൂഹത്തിന് മുന്നിൽ നമുക്ക് തുറന്ന് കാണിക്കേണ്ടതുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഇവർ എല്ലായ്പ്പോഴും ഞങ്ങളാണ് സ്ത്രീ സംരക്ഷകർ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ വരുന്ന ആളുകൾ അവർ തന്നെ ഒരു കാരണവുമില്ലാതെ ഒരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ അത്രയും നീചമായ നികൃഷ്ടമായ രീതിയിൽ വ്യക്തിഹത്യയും ലൈംഗിക അധിക്ഷേപങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനെയാണ് നമ്മൾ തുറന്നു കാട്ടുന്നത്. അല്ലാതെ സ്മൃതി പരുത്തിക്കാട് എന്തോ ഈ പറയുന്ന
വലിയ കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടോ UDF-ന്റെ അനുഭാവി ആയതുകൊണ്ടോ ഒന്നല്ല, നല്ല പക്ക ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ആ കാര്യത്തിലൊന്നും നമുക്ക് അവരോട് യാതൊരുവിധ യോജിപ്പും ഇല്ല കേട്ടോ. പക്ഷേ എന്നിരുന്നാലും വിമർശനങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ. ഇത് വിമർശനങ്ങൾ എന്നുപോലും പറയാൻ പറ്റാതെ അധിക്ഷേപങ്ങളും വ്യക്തിഹത്യകളിലേക്കും കടക്കുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അതിനിപ്പോൾ ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിലും അവർക്ക് വേണ്ടി പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങേണ്ടതുണ്ട്. കാരണം ഇത്തരക്കാര് കാപട്യക്കാരാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ. കാരണം കാപട്യക്കാരാണെന്ന് പറയുക സ്മൃതിയുടെ കാര്യം തന്നെ വേണമെന്നൊന്നുമില്ല. കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിൽ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പന്നിക്കൂട്ടങ്ങളുടെ കാപട്യം വളരെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാ. അത് തന്നെയാണ് സ്മൃതിയുടെ കാര്യത്തിലും സംഭവിച്ചത്. വളരെ കൃത്യമായിട്ട് അവരെ നേരിടാൻ അത് അങ്ങനെയാണ്. ഇവർക്ക് ശത്രു ആരും ആയിക്കോട്ടെ നേരിടാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധിക്ഷേപങ്ങളും വ്യക്തിഹത്യകളിലേക്കും കാര്യങ്ങൾ നടക്കും, ചാപ്പകുത്തലുകളിലേക്ക് നടക്കും ഇവരുടെ കാര്യങ്ങൾ. അങ്ങനെയാണ് ആദർശപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, ആശയപരമായിട്ട് നേരിടാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് അങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ ഒരു പെണ്ണ് കേസ് പെടുത്തും, സ്ത്രീ ആണെങ്കിൽ ലൈംഗിക അധിക്ഷേപം നടത്തും. ഇതാണ് ഇവരുടെ ലൈൻ എന്ന് പറയുന്നത്.